ഹല്ലേലൂയ 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 സ്തോത്രം സ്തോത്രം സ്തോത്രേശ്വരേ സ്തോത്രേശ്വരേ നന്ദി. ഹല്ലേലൂയ പിതാവേ സ്തോത്രം, പിതാവേ നന്ദി. ഹല്ലേലൂയ സ്തോത്രം പിതാവേ സ്തോത്രം. ഹല്ലേലൂയ പിതാവേ, ഞങ്ങളൊരു പ്രാവശ്യം കൂടെ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ കൂടുവാൻ തക്കണം കൂടി വന്നിരിക്കുന്നു മാതാ സ്തോത്രം. ശിഷ്യന്മാരൊക്കെയും കടന്നു വരുമ്പോൾ ഞങ്ങളുടെ മധ്യത്തിലേക്ക് എൻ്റെ യേശു കടന്നു വരുന്ന വാക്ക് വന്നവനാകിയാൽ ഞങ്ങളെ സ്തോത്രം. യേശുവെ അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കാൻ ഞങ്ങളെ സ്തോത്രം. ഹല്ലേലൂയ പിതാവേ, കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന മക്കളെ ഒക്കെയും കൂട്ടിവെക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയം പരിസരമൊക്കെ യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് അനുഗ്രഹിക്കുന്നു പിതാവേ. പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെയും അവിടുത്തെ കൃപ ഞങ്ങൾക്ക് തരുമാറാകണമേ. ആ പരിശുദ്ധാത്മാവിനെ അധികമായി ഞങ്ങളേക്ക് അയക്കുമാറാകണമേ. യേശുവെ പിതാവ് ദൈവത്തോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അധികമായി ലഭിക്കാൻ തക്കണം കർത്താവേ. സത്യത്തിലും ആത്മാവിലും എൻ്റെ കർത്താവിനെ ഒന്ന് ആരാധിച്ച് കർത്താവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരുവാൻ ആഗ്രഹിക്കുന്നവരെ കൂട്ടിവരുമാറാകണമേ. വന്നിരിക്കുന്ന ഓരോ മക്കളെയും ആ പാതപീഠത്തിലേക്ക് സമർപ്പിക്കുന്നപ്പ, ഓരോ കുടുംബത്തെയും സമർപ്പിക്കുന്നപ്പ കർത്താവെ ഞങ്ങളെല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ അവിടുത്തെ കൃപയെ സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ കർത്താവെ, മുൻചാനെയും കുടുംബമായ എൻ്റെ പാത്രത്തിലേക്ക് സമർപ്പിക്കുന്നപ്പ. ഹല്ലേലൂയ അനുഗ്രഹിക്കണമേ. സർവ്വജന്മങ്ങളാലും അവരെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടുവാനും പ്രാർത്ഥിക്കാനും കർത്താവെ വചനം പറവാനും തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ കൂടി വരവൊക്കെ എൻ്റെ കർത്താവിൻ്റെ നാമ മുഹൂർത്തത്തിനായി തീരുമാനമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, സകലവും യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രബോധനം കേൾക്കണം സുഖിതാവേ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരുന്നൂറ്റി 16 സിയോൻമണാളനെ ശലമിൻ പ്രിയനെ, സിയോൻമണാളനെ ശലമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. സിയോൻമണാളനെ ശലമിൻ പ്രിയനെ, സിയോൻമണാളനെ ശലമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്നു ഞാൻ പോയി മറയുമേ. കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്നു ഞാൻ പോയി മറയുമേ. കണ്ണിമയ്ക്കുന്നൊടി നേരത്തിലെത്തുമേ വെൺപുരിയതിൽ, കണ്ണിമയ്ക്കുന്നൊടി നേരത്തിലെത്തുമേ വെൺപുരിയതിൽ. സിയോൻമണാളനെ ശലമിൻ പ്രിയനെ, സിയോൻമണാളനെ ശലമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. പ്രിയനെ നിൻ വരവേറു നേരത്തെന്നറിയുന്നില്ല ഞാൻ, പ്രിയനെ നിൻ വരവേറു നേരത്തെന്നറിയുന്നില്ല ഞാൻ. അനുനിമിഷവും അത് പുതുകമായി നോക്കി പാർക്കുന്നേ,
അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ. സിയോൻ മണാളനെ ശരവിൻ പ്രിയനേ, സിയോൻ മണാളനെ ശരവിൻ പ്രിയനേ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. കുഞ്ഞാട്ടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ. കുഞ്ഞാട്ടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ. ആ മഹൽ സന്തോഷ ശോഭന നാളതിൽ ഞാനും ചേരുമേ. ആ മഹൽ സന്തോഷ ശോഭന നാളതിൽ ഞാനും ചേരുമേ. സിയോൻ മണാളനെ ശരവിൻ പ്രിയനേ, സിയോൻ മണാളനെ ശരവിൻ പ്രിയനേ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. 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 ഇരുന്നൂറ്റി 228. മനോഹരം യഹോവേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. മനോഹരം യഹോവേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയും ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയും ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ ഇവൻ കാക്ഷിക്കും ചെറുകുരുകിലും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ ഇവൻ കാക്ഷിക്കും ചെറുകുരുകിലും. രാവിലെ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിടും നിത്യത്തിന്റെ ആലയെ, ഞങ്ങൾ സകലം എന്നും നിന്റെ ശക്തിയാൽ. പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ സകലം എന്നും നിന്റെ ശക്തിയാൽ.
വല്ലവൻ തൻ മക്കൾക്കെന്നും പരിചയ ദൈവം വല്ലവൻ എല്ലാവർക്കും വല്ലവൻ തൻ മക്കൾക്കെന്നും പരിചയ മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നിങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ നിങ്ങൾ എന്നും നിന്റെ ശക്തിയ നിങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ നിങ്ങൾ എന്നും നിന്റെ ശക്തിയ നീരും കഴുമരമില്ല മാറ്റും അനുഗ്രഹമാീരും കഴുമരമില്ല മാറ്റും അനുഗ്രഹമാ ദൈവം നല്ലവേ എല്ലാവർക്കും നല്ലവേ തൻ മക്കൾക്കെന്നും പരിചയാം ദൈവം നല്ലവേ എല്ലാവർക്കും നല്ലവേ തൻ മക്കൾക്കെന്നും പരിചയാം നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് 230 ലക്ഷ്യമതാണേ എന്നാശയതാണേ എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ ലക്ഷ്യമതാണേ എന്നാശയതാണേ എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ കുശല്യാഗമാ തൻ ചോരയുറ്റിയ എൻ പ്രേമകാന്തനെ ഞാനെന്നു കാണുമോ കുശല്യാഗമാ തൻ ചോരയുറ്റിയ എൻ പ്രേമകാന്തനെ ഞാനെന്നു കാണുമോ ദേവദേവനെ എൻ ത്യാഗവീരനെ എൻ ജീവിത സുഖം നീ മാത്രമാകുന്നേ ദേവദേവനെ എൻ ത്യാഗവീരനെ എൻ ജീവിത സുഖം നീ മാത്രമാകുന്നേ ലക്ഷ്യമതാണേ എൻ ആശയതാണേ എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ ലക്ഷ്യമതാണേ എൻ ആശയതാണേ എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ പ്രത്യാശ നാടിനെ ഞാൻ ഓർത്തിടുന്നേരം അത്യാശ എന്നുള്ളിൽ പൊങ്ങിടുന്നിതാ പ്രത്യാശ നാടിനെ ഞാൻ ഓർത്തിടുന്നേരം അത്യാശ എന്നുള്ളിൽ പൊങ്ങിടുന്നിതാ നിത്യ സൗഭാഗ്യം ലഭ്യമാകുവാൻ എത്ര കാലം ഞാൻ കാത്തിടണമോ നിത്യ സൗഭാഗ്യം ലഭ്യമാകുവാൻ എത്ര കാലം ഞാൻ കാത്തിടണമോ ലക്ഷ്യമതാണേ എൻ ആശയതാണേ എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ ലക്ഷ്യമതാണേ എൻ ആശയതാണേ എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ പൂർവപിതാക്കൾ നോക്കി കാത്തതാ നിത്യസൗധത്തിൽ നാം എത്തിടുവാനായി പൂർവപിതാക്കൾ നോക്കി കാത്തതാ നിത്യസൗധത്തിൽ നാം എത്തിടുവാനായി സഹോദരങ്ങളെ
യുവ കേസരികളെ ഒന്നു ചേരുക, ജയക്കൊടി ഉയർത്തുക. യുവ സോദരങ്ങളെ യുവ കേസരികളെ നാം ഒന്നു ചേരുക, ജയക്കൊടി ഉയർത്തുക. ലക്ഷ്യമതാണേ എൻ ആശയതാണേ എൻ ജീവനാഥനെ ഞാൻ എന്നു കാണുമോ. ലക്ഷ്യമതാണേ എൻ ആശയതാണേ എൻ ജീവനാഥനെ ഞാൻ എന്നു കാണുമോ. ഈ പാഴ്മരുഭൂമി എനിക്കാനന്ദമല്ലേ, സിയോൻ പുരിയതോ അധിക കാമ്യമേ. ഈ പാഴ്മരുഭൂമി എനിക്കാനന്ദമല്ലേ, സിയോൻ പുരിയതോ അധിക കാമ്യമേ. ഇന്നു ഞങ്ങൾ എൻ വീട്ടിൽ ചേരുമോ, അന്നു തീരുമേ ഈ പാരിൽ ദുരിതം. എന്നു ചെന്നു ഞാൻ എൻ വീട്ടിൽ ചേരുമോ, അന്നു തീരുമേ ഈ പാരിൽ ദുരിതം. ലക്ഷ്യമതാണേ എൻ ആശയതാണേ എൻ ജീവനാഥനെ ഞാൻ എന്നു കാണുമോ. ലക്ഷ്യമതാണേ എൻ ആശയതാണേ എൻ ജീവനാഥനെ ഞാൻ എന്നു കാണുമോ. ആത്മാനന്ദകരവും സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 21. രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നീ അവന് നൽകി, എന്റെ അക്രമങ്ങളുടെ യാതന നിഷേധിച്ചതുമില്ല. അവരുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തന്റെ കിരീടത്തെ അവന്റെ തലയിൽ വെക്കുന്നു. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു, എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. നിന്റെ രക്ഷയാൽ അവന്റെ മഹത്വം വലിയത്, മാനവും തേജസ്സും നീ അവനെ അറിയിച്ചു. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു, എന്റെ പരിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. രാജാവേ യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുടുങ്ങാതിരിക്കുന്നു. എന്റെ കൈയിലെ ശത്രുക്കളെ കണ്ടുപിടിക്കും, എന്റെ വലങ്കൈ നീ ഭയക്കുന്നവരെ കളിപ്പിക്കുന്നു. നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ ഈശോയെ പോലെയാക്കും. യഹോവയുടെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും. നീ അവരെ ദഹിപ്പിക്കും. നീ അവരുടെ അകത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരിൽ നിന്നും നശിപ്പിക്കും. അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു, തങ്ങളാൽ സാധിക്കാത്ത രൂപായും നിരൂപിച്ചു. നീ അവരെ പുറംകാട്ടുമാറാക്കും, അവരുടെ ഭക്തന് നേരെ അസ്ത്രം ഞാൻ മേൽ കൊടുക്കും. ഇപ്പോഴേ നിന്റെ ശക്തിയിൽ ഉണർന്നിരിക്കണമേ. ഞങ്ങൾ പാടി നിന്റെ ഗൃഹത്തെ സ്തുതിക്കുന്നു, മനസ്സിന് യോഗ്യമാകുന്നു പാർക്കുന്നു. ദാവീദിൻ്റെ സങ്കീർത്തനം. അവിടെ 4-ാമത്തെ വാക്യത്തിൽ ദാവീദ് കർത്താവിനോട് ജീവനെ അപേക്ഷിച്ച് കർത്താവ് അവന് കൊടുത്തു എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. 91-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോഴും നമുക്കറിയാം, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവർക്ക് ദീർഘായുസ്സും ഞാൻ അവന് തൃപ്തി വരുത്തുമെന്നാണ്. അനേകം ആളുകൾ അത്യാവശ്യമൊക്കെ ലോകത്തിൽ മാറ്റപ്പെടുമ്പോൾ സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നുണ്ട്, രക്തപ്രിയവും വഞ്ചനയും ഉള്ളവർ ആയുസ്സിൻ്റെ മധ്യത്തോളം ഇരിക്കുകയില്ല എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും രക്തപ്രിയവും വഞ്ചനയും ഉള്ളവരായിരുന്നു, വഞ്ചനയുടെ ആത്മാവുള്ളവരായിരുന്നു. എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ്, യോഹന്നാൻ്റെ ലേഖനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന പോലെ സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും അല്ലേ. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ
ആറാമത്തെ വാക്യം, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കും, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. സത്യത്തിൻ്റെ ആത്മാവേതെന്നും വഞ്ചനയുടെ ആത്മാവേതെന്നും നമുക്ക് ഇതിനാൽ അറിയാം. ഒരു കാലത്ത് നമുക്കൊന്നും അറിയത്തേയില്ല. കാര്യം നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ലായിരുന്നു. ഞായറാഴ്ച പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, തിരിച്ചു വരിക എന്നുള്ളതല്ലാതെ എല്ലാം ദൈവത്തിൻ്റെ ആത്മാവാണെന്നൊക്കെ വിചാരിച്ചൊരു കാലമാണ്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയും കടന്നു വന്നപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ എന്ന് പറഞ്ഞ 55 വാക്യ സങ്കീർത്തനത്തിലെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാതന നിഷേധിച്ചിരുന്നില്ല. അതിൻ്റെ കാരണം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കും. രാജാവായിരുന്നിട്ട് പോലും രാജാവ് കർത്താവിൻ്റെ ബലത്തിലാണ് സന്തോഷിച്ചത്. എന്നാൽ നമ്മളൊക്കെ ഈ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങളിൽ സന്തോഷിക്കാനൊക്കെ നമുക്കുണ്ട്. ഇപ്പോൾ കരോളിൻ്റെയൊക്കെ സമയമായി, ക്രിസ്മസ് ഒക്കെ ആയപ്പോഴേക്കും അവർ നക്ഷത്രം കണ്ടതുകൊണ്ട് അത്യന്തം സന്തോഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. യോനയുടെ പുസ്തകത്തിൽ ആവണക്ക് നിമിത്തം അവർ അത്യന്തം സന്തോഷിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള സന്തോഷങ്ങൾ ലഭ്യമാകുന്ന ഈ ലോകത്തിൽ നമ്മൾ കർത്താവിൻ്റെ ബലത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു കാര്യമാണ്. എന്നാൽ 21-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, കർത്താവിൻ്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കും. അതായത് ആ രക്ഷയുടെ സന്തോഷം കർത്താവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കതൊരു ആനന്ദകരമാണ്. കാരണം അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവിക കാര്യങ്ങളൊക്കെ പറയുക, കേൾക്കുക, മെനക്കെടുക എന്ന് പറയുന്നത് ഏറ്റവും ദുഷ്കരവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ ഈ കർത്താവിൽ തന്നെ രസിച്ചപ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞില്ലേ, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നൽകി. നമുക്കറിയാം നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ പലതും നമുക്ക് തന്നിട്ടുണ്ട്, ഇനി നമുക്ക് ലഭിക്കുവാനും അല്ലേ. നമുക്ക് 100% ഉറപ്പോടെ പറയാവുന്നൊരു കാര്യമാണ്, അത് കർത്താവിൽ തന്നെ രസിച്ചാൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് നടത്തിത്തരുന്ന ഒരു നല്ല കർത്താവ് ഇന്നും ജീവിക്കുകയാണ്. ആ കർത്താവിനെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടിറങ്ങാം. പൽസമ്മ ഒന്നിപ്പ ഇന്ന് കുഞ്ഞോളാൻ്റെയും മോനാച്ചൻ്റെയൊക്കെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ ആലുവായിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നാളെ ശവസംസ്കാരമാണ്. മോനാച്ചനും കുഞ്ഞോളാൻ്റെയൊക്കെ അങ്ങോട്ട് പോയിരിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ നേരത്തെ മരിച്ചതാണ്. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ എല്ലാവരെയും നമുക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നാളത്തെ ശവസംസ്കാരമൊക്കെ നല്ല രീതിയിൽ നടക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമെൻ യാചന നൽകുമേൻ, യേശുവിൻ മൂലമെൻ യാചന നൽകുമേൻ, ആശയിൽ കെഞ്ചിടുന്നേ അല്ല എന്നിൽ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ. നല്ല സന്ധ്യാസമയത്താ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടെ തന്നെ ഞങ്ങൾക്ക് രാത്രികാലം തന്നതിനായി സ്തോത്രനാഥ. തീയാടിയോ പരിസരവും ഇരുന്നാലതിന് വരുമ്പോഴേക്കുള്ള മനസ്സുകളെ പ്രാർത്ഥിക്കുന്നതിനാഥ. ശത്രുവിനാഥ് കടപ്പാകണം, ദുഷ്ടം കടപ്പാകണം. ആ യേശുവിൻ്റെ കരം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2-3 പേരെ ശുദ്ധനാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിലേക്ക് പരിവന്ന വാർത്തത്തെ ചെയ്ത് കർത്താവിനോട് മധ്യത്തിൽ വന്നിരിക്കായി സ്തോത്രനാഥ. ഇന്ന്
വരെയും ഞങ്ങളെ നടത്തിയ അകത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയുണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ആ സഹായത്തിനും നല്ല നാമനായ കർത്താവിൻ മധ്യത്തിൽ വന്നിരിക്കായ സ്തോത്രം. പേരുവോമിലെ പേര് അറിയുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരവരണം. ആരും അറിയാത്ത അനുഭവത്താൽ അഗോചരമായുള്ള കാര്യങ്ങളെ ദൈവം ചെയ്ത കർത്താവേ, ഈ നടിയിലുള്ളതിനായി സ്തോത്രം ചെയ്ത കർത്താവേ, ഒരാണ്ടിന്റെ ആരംഭം മുതൽ അവസാനത്തെയും നിമിഷം വരെ അടിയങ്ങളെ കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം നൽകാം. അനേകാമത്തമ്മടുമെന്നെല്ലാം കർത്താവ് അത്ഭുതകരമായ അതിശയമായ വിശേഷമായ സ്തോത്രം. മരണത്തിന്മേൽ വിടുതലിനായി സ്തോത്രം കർത്താവേ, കർത്താവിന്റെ കരം അപ്പോക്കിനും വരവിലെല്ലാം കൂടിയിരുന്നു ജീവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലത സാധ്യം. അസാധ്യം എന്ന് പറയുന്നതിനെ സാധ്യമാക്കുന്ന കർത്താവ് കൂടെ ഇരുന്നവർക്ക് വിടുവിച്ചതിനായി സ്തോത്രം നൽകാം. കർത്താവിനെ എത്ര സ്തുതിച്ചാലും അത് തിരിയില്ലെന്നാകാം. ദൈവമേ, ലോകത്തിന്മേൽ വിടുതൽ, ശാപത്തിന്മേൽ വിടുതൽ, മരണത്തിന്മേൽ വിടുതൽ കർത്താവെ, ആപത്തപകടങ്ങളിൽ വിടുതൽ തന്നതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ, നിന്റെ പാലവിന്റെ പേരിട്ടുകൊള്ളുക. ഞാൻ നിന്നെ പുലർത്താൻ തീരുമാനപ്പെടുത്തിയും പോകാൻ ഒരു കാലത്ത് സമ്മതിക്കില്ല. നല്ല കർത്താവെ, കൂടെ ഇരിക്കായി സ്തോത്രം ചെയ്ത് കർത്താവെ, മുന്നേ അവരുടെ രാജ്യവും നീതി അന്വേഷിക്കുകയും അതോടെ സകലവും തരുവാൻ തന്നെ ചെയ്ത് കർത്താവെ, എല്ലാ നന്മകളും തരുവാൻ ഗുണം കൂടിയിരിക്കായി സ്തോത്രം ചെയ്ത് കർത്താവെ. ദൈവമേ, അവരെ വിളിക്കുന്ന മക്കളെ ഒരു നാളും തള്ളിക്കളയില്ലാത്ത നല്ല ദൈവം കൂടെ ഇരിക്കായി സ്തോത്രം ചെയ്തു. അപരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപരിക്കണം കർത്താവെ. ആ വചനത്താൽ കർത്താവെ എല്ലാ ബന്ധനങ്ങളെയും അവിടുന്ന് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ആത്മാവിനെ അളകൂടാത്തരുവെന്ന് അറ്റിച്ചേര് കർത്താവെ. ആത്മാവിനെ അളകൂടാതെ കൊടുത്തോട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നരെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അന്യക്കായി മക്കൾക്കായി കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്ത കർത്താവെ, കർത്താവ് കൂടെ ഇരിക്കണമേ. റോഗിലും പലവിലും എല്ലാത്തിനും സാന്നിധ്യങ്ങളും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കളെയും പേരുമായി കുടുംബമായി ഏൽപ്പിക്കുന്നു. അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ ആ കർത്താവിന്റെ കരവൊന്ന് പ്രവർത്തിക്കണമേ. അപേക്ഷിക്കാതെ ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആലോചനയിൽ വലിയ പ്രവൃത്തിയിൽ ശക്തനായ യേശുവിന്റെ നാമം എടുക്കട്ടെ എന്ന് പറയുവാൻ കർത്താവിന് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാടുപെടുന്ന മക്കളുണ്ടെങ്കിൽ കർത്താവിന് അവിടുന്ന് സൗഖ്യവും വിടുതലും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. മരണത്തിലായിട്ട് ഞാൻ ഭവനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തോട് കൂടെ ഇരിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ കുറിച്ച് വിചാരപ്പെടേണ്ട അപേക്ഷയായ സ്തോത്രത്താലും ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കണമേ. എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം സന്ധ്യങ്ങളെ നിലവിളിയുടെ അവരോട് കൂടെ ഇരിക്കണമേ പ്രാർത്ഥിക്കണം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും കൂടെ ഇരിക്കണമേ. അവരെല്ലാം ആരാധനയ്ക്കായിട്ട് നമുക്ക് എഴുന്നേക്കാം. പാട്ടുപുസ്തകത്തിലെ 168 പാട്ട്. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരവതിൽ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, ബലവ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, ബലവ്യാധികളാൽ ജനം നശിച്ചിടുന്നു.
ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരവാതിൽ താമസമേറെയില്ല കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണൂനെ താഴ്വരയിലല്ലയോ കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണൂനെ താഴ്വരയിലല്ലയോ ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിടെ ഒരുങ്ങിയിടാം ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിടെ ഒരുങ്ങിയിടാം വിശുദ്ധിയെ തികച്ചുന്ന ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരവാതിൽ താമസമേറെയില്ല വിശുദ്ധിയെ തികച്ചുന്ന ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരവാതിൽ താമസമേറെയില്ല ആകാശത്തിൻ ശക്തി ഇളകുന്നതാ ഭൂവിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട് ആകാശത്തിൻ ശക്തി ഇളകുന്നതാ ഭൂവിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട് ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങിയിടാം ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങിയിടാം വിശുദ്ധിയെ തികച്ചുന്ന ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരവാതിൽ താമസമേറെയില്ല വിശുദ്ധിയെ തികച്ചുന്ന പ്രിയൻ വരവാതിൽ താമസമേറെയില്ല ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ ലോകമോഹങ്ങൾക്കധികരത്തീരുന്നതാ ഒരുങ്ങിയിടാം ലോകമോഹങ്ങൾക്കധികരത്തീരുന്നതാ ഒരുങ്ങിയിടാം വിശുദ്ധിയെ തികച്ചുന്ന ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരവാതിൽ താമസമേറെയില്ല വിശുദ്ധിയെ തികച്ചുന്ന പ്രിയൻ വരവാതിൽ താമസമേറെയില്ല മേഘാരൂഢനായി വന്നിടുമേ 10,000 പേരിലും സുന്ദരൻ താൻ മേഘാരൂഢനായി വന്നിടുമേ 10,000 പേരിലും സുന്ദരൻ താൻ തന്റെ കോമാള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം തന്റെ കോമാള രൂപം കൊണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം വിശുദ്ധിയെ തികച്ചുന്ന ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരവാതിൽ താമസമേറെയില്ല വിശുദ്ധിയെ തികച്ചുന്ന ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരവാതിൽ താമസമേറെയില്ല മാലിന്യപ്പെട്ടിടോടിടുക മണവാളൻ വരവേറ്റമടുത്തുപോയി മാലിന്യപ്പെട്ടിടോടിടുക മണവാളൻ വരവേറ്റമടുത്തുപോയി മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം വിശുദ്ധിയെ തികച്ചുന്ന ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരവാതിൽ താമസമേറെയില്ല വിശുദ്ധിയെ തികച്ചുന്ന ഒരുങ്ങി നിൽക്കാം വരൻ താമസമേറെയില്ല മേഘാരൂഢനായി വന്നിടുമേ 10,000 പേരിലും സുന്ദരൻ താൻ മേഘാരൂഢനായി വന്നിടുമേ 10,000 പേരിലും സുന്ദരൻ താൻ തന്റെ കോമാള രൂപം കൊണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം തന്റെ കോമാള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം വിശുദ്ധിയെ തികച്ചുന്ന ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരവാതിൽ താമസമേറെയില്ല വിശുദ്ധിയെ തികച്ചുന്ന ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരവാതിൽ താമസമേറെയില്ല വിശുദ്ധിയെ തികച്ചുന്ന ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരവാതിൽ താമസമേറെയില്ല
പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ഇന്നയോളം എന്നെ പുലർത്തി, ഇന്നയോളം എന്നെ നടത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിൽക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3:8. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഞാൻ പാടിയ പാട്ട് ഇന്നയോളം എന്നെ പുലർത്തി. ഞാൻ കടന്നുപോയ പല സിറ്റുവേഷനിൽ കർത്താവ് ചെയ്ത കൃപകൾക്ക് വേണ്ടി പറ്റിയ പാട്ടാണത്. അത് ഓരോ നിമിഷവും കർത്താവിൻ്റെ കരുതൽ ഞാൻ അനുഭവിച്ച ദിവസങ്ങളായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 3-ാം തീയതിക്കുള്ള ദിവസങ്ങൾ. കാരണം എനിക്ക് പുതിയൊരു ജോലി കിട്ടി. ഞാൻ ചെന്നൈയിലോട്ട് മാറിയായിരുന്നു. 3 കൊല്ലമായി ഞാൻ പുതിയ ജോലി പ്രവേശിച്ചത്. കർത്താവ് നടത്തിയ ഭയങ്കര അത്യുന്നതപരമായിട്ടൊരു കൃപയെക്കുറിച്ച് പറയാനാണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങളുടെ കമ്പനിയുടെ CEO റിസൈൻ ചെയ്തു. പുതിയ CEO വരുന്നു. കമ്പനിക്കുള്ളിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടോയെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് കമ്പനിയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു 13,000 പേരെ പിരിച്ചുവിടാനായിരുന്നു കമ്പനിയുടെ പ്ലാൻ. അപ്പം അതിൻ്റെ US കമ്പനിയാണ്. US നിന്ന് കുറേ പേരെ പിരിച്ചുവിട്ട വാർത്തകൾ ഞങ്ങൾ അറിഞ്ഞു തുടങ്ങി. ഞങ്ങളെല്ലാവരും പേടിച്ച് ഇരിക്കുകയായിരുന്നു. ഇതിൽ ആര് വരുമെന്ന് ആർക്കൊരു തിട്ടവുമില്ലായിരുന്നു. അന്നൊരു ഡിസംബർ 3-ാം തീയതിയാണ് എൻ്റെ കമ്പനിയിലെ എൻ്റെ ഒരു സഹപ്രവർത്തകനെ വിളിച്ച് പറഞ്ഞു, മെയിലൊന്ന് ചെക്ക് ചെയ്ത് തരും, ഇന്ന് രാവിലെ എല്ലാവർക്കും മെയിൽ അയച്ചിട്ടുണ്ട്, ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെല്ലാം അവർ മെയിൽ അയച്ചിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തേക്കാൻ പറഞ്ഞു. ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ കർത്താവ് നല്ലൊരു ബലമാണ് എനിക്ക് തന്നത്. കാരണം എനിക്കറിയാമല്ലോ, കർത്താവ് തുറന്ന വാതിലാണ്. കർത്താവിനായിട്ട് നമ്മൾ നിൽക്കുന്ന ആൾക്കാരാണ്. കർത്താവ് ഒരിക്കലും അത് അടയ്ക്കത്തില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് 3-ാം തീയതി വരെയും ടെൻഷൻ ഇല്ലായിരുന്നു. ഞാൻ അവരോടൊക്കെ പറയുമായിരുന്നു, എവിടെ ജോലി പോകാൻ അറിയത്തില്ല, ഇങ്ങനെ ഒരു ന്യൂസ് നടക്കുന്നുണ്ട്, US ഓൾമോസ്റ്റ് ഒരു 10,000 പേരെ പിരിച്ചുവിടുന്നുണ്ട്, ഇന്ത്യയിൽ 2,000 പേരെ പിരിച്ചുവിടാനാണ് പ്ലാൻ. അപ്പോൾ അവളും നേരെ നിന്നു, കർത്താവ് ഒരു വഴി അടച്ചു കഴിഞ്ഞാൽ വേറെ വഴി കർത്താവ് തുറന്നു തരും, ഇതുവരെ പേടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് 3-ാം തീയതി ഞാൻ മെയിൽ ചെക്ക് ചെയ്തു, മെയിൽ വന്നില്ല. അന്നേരവും പേടി, ഇനി ആത്മശാപത്തിന്. അതിനുശേഷം എൻ്റെ മാനേജർ എന്നെ വിളിച്ചു പറഞ്ഞു, യു ആർ സേഫ്, യു ക്യാൻ കണ്ടിന്യൂ യുവർ വർക്ക് എന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തെ ഒത്തിരി ശ്രദ്ധിച്ചു. കാരണം ജോലി സ്ഥിരപ്പെടുത്തി തന്നു കർത്താവ്, പ്രത്യേകിച്ച് മാറ്റില്ല. അതിനേക്കാളും ടെൻഷൻ അടിച്ച കാര്യങ്ങൾ, എന്നെക്കാളും നല്ല കഴിവും നല്ല പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാം ഇമ്പാക്റ്റഡ് ആയിട്ടുണ്ട്. എനിക്ക് അടുത്തറിയാവുന്ന 10ഓളം എംപ്ലോയീസിന് ഇമ്പാക്റ്റഡ് ആയിട്ടുണ്ട്. അവിടെ 1-2 പേരെ ബലപ്പെടുത്താൻ കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. ഇത്രയും നടത്തിയ കർത്താവ്, ഞാൻ ഭയങ്കരമായിട്ട് കർത്താവിൻ്റെ കൃപ ഞാൻ ഫീൽ ചെയ്തിട്ടുള്ള ദിവസങ്ങളാണ്. കർത്താവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പ്രാർത്ഥനകൾ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്ന സാക്ഷ്യത്തിൽ നിന്ന് നടത്തുന്നു. ദൈവത്തിരുനാമത്തോടെ. പഠിപ്പിച്ച വാതിൽ തുറക്കാനും പിതാവേ, സ്വർഗ്ഗത്തിലെ ദൈവമേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വന്നിരിക്കുന്നപ്പാ. ഈ സമയത്ത് ദൈവമേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നില്ല ദൈവമേ. അവിടുന്ന് ഞങ്ങളോട് പറയുവാനുള്ള കാര്യങ്ങൾ ദൈവമേ, ഞങ്ങളുടെ ഹൃദയവിചാരങ്ങളെല്ലാം അവിടുത്തെ സന്നിധിയിൽ ദൈവമേ തുറന്ന് പുസ്തകമായിരിക്കുന്നില്ലപ്പാ. ഹൃദയവിചാരങ്ങൾ അറിയാത്തതിൻ്റെ മുൻപിലല്ലല്ലോ അപ്പാ ഞങ്ങൾ ഇരിക്കുന്നത്, അറിയുന്നതിൻ്റെ മുൻപിലാകുന്നല്ലോ ഞങ്ങൾ ഇരിക്കുന്നത് ദൈവമേ. ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ വാക്കുകൾ, പ്രവർത്തികളെല്ലാം അങ്ങ് അറിയുന്നല്ലോ അപ്പാ. ഞങ്ങൾക്കൊന്നും മറയ്ക്കുവാനില്ല ദൈവമേ. അപ്പാ, ഞങ്ങളുടെ ദൈവമേ ആത്മീക ജീവിതത്തെ അങ്ങ് അറിയുന്നല്ലോ അപ്പാ. ഈ ലോകത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് അറിയുന്നല്ലോ അപ്പാ. അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ മാതൃക പ്രകാരം ഞങ്ങളോട് അങ്ങക്ക് എന്തുവാണോ സംസാരിക്കാനുള്ളത് അത് തന്നെ ദൈവമേ പപ്പായിലൂടെ കേൾപ്പിക്കുവാനാണ് അങ്ങ് കൃപ കൊടുക്കുന്നപ്പാ. ദൈവമേ, ഒരു വചനം പലരിലും കർത്താവെ, ഓരോരുത്തരിലും ഓരോ സാഹചര്യത്തിലെ ഓരോ രീതിയിൽ കർത്താവെ, ഓരോ
ഓരോരോ കാര്യങ്ങളായിട്ട് അവർക്ക് വെളിപ്പെട്ട് കിട്ടുമെന്ന് ഞങ്ങൾ ദൈവമേ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണല്ലോ അപ്പ. ഞങ്ങൾക്ക് ഇന്നത്തേക്ക് വേണ്ടുന്ന അപ്പം ദൈവമേ അപ്പ പിതാവേ, ഞങ്ങളുടെ മനസ്സിന് വേണ്ടുന്ന ദൈവമേ ആശ്വാസത്തിൻ്റെ അപ്പം കർത്താവേ, സന്തോഷത്തിൻ്റെ അപ്പം ദൈവമേ, ആശ്വാസത്തിൻ്റെ വചനം, സന്തോഷത്തിൻ്റെ വചനം കർത്താവേ, അവിടെ നിന്ന് ഞങ്ങൾക്ക് പപ്പായനോട് കേൾപ്പിച്ച് തരുമാറാണ്. അപ്പോൾ അത് ഞങ്ങളെ ടച്ച് ചെയ്യുവാൻ തന്നെ ദൈവമേ, അവിടെ കർത്താവെ ഇതുവായി തന്നെ മൂർച്ചയുള്ള ആ വാള് കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ കൂടെ കടന്നു ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം കീറി മുറിച്ച് കർത്താവെ, സുഖപ്പെടുത്തേണ്ടതിനെ സുഖപ്പെടുത്തി കർത്താവെ, അർത്ഥം മാറ്റേണ്ടതിനെ അർത്ഥം മാറ്റി ദൈവമേ, ആ വചനം കർത്താവെ ഞങ്ങൾ ക്രിയ ചെയ്യുവാൻ അവർക്ക് സഹായിക്കണേ. അപ്പോൾ ആ പിതാവേ ദൈവമേ, വചനം കേട്ട് വെറുതെ സ്വന്തം മുഖം കണ്ണാടിയിൽ കേട്ട് മറന്നു പോകുന്നവരായിട്ടല്ല, അപ്പോൾ അത് ഞങ്ങളുടെ പ്രവൃത്തിയിൽ കർത്താവെ കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവെ ഒന്ന് സഹായിക്കണേ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ അത്യന്തമായി അതാണല്ലോ അപ്പോൾ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കാൻ തക്കവണ്ണം ഇന്നത്തെ പ്രസംഗം കർത്താവെ അതിന് മാത്രം ഞങ്ങളെ കർത്താവെ അത് ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനാകണേ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ സന്നിധികളിലെ പപ്പായ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ഏൽപ്പിച്ച ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. സകലവും കേട്ടിട്ട് നന്ദിമാരാണ്. 53-ാമത്തെ പാട്ടാണ്. എൻ്റെ ദൈവമെല്ലാം നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദിനം ചിറകടിയിൽ. എൻ്റെ ദൈവമെല്ലാം നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദിനം ചിറകടിയിൽ. ഏഴകളിൽ ഭാരം നിത്യം ചുമക്കുന്നതാൽ ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നേ. ഏഴകളിൽ ഭാരം നിത്യം ചുമക്കുന്നതാൽ ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നേ. നാവുപോര വർണ്ണിച്ചിടം നന്മ ഓരോന്നായി, നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നിറയുന്നപ്പാ. നാവുപോര വർണ്ണിച്ചിടം നന്മ ഓരോന്നായി, നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നിറയുന്നപ്പാ. എൻ്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദിനം ചിറകടിയിൽ. എൻ്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദിനം ചിറകടിയിൽ. കഷ്ടനഷ്ട രോഗദുഃഖം വന്നിടുന്നേരം ഇഷ്ടമായ ഏനാമേശു ആശ്വാസമേകും. കഷ്ടനഷ്ട രോഗദുഃഖം വന്നിടുന്നേരം ഇഷ്ടമായ ഏനാമേശു ആശ്വാസമേകും. കഷ്ടനയറ്റ പ്രിയൻ കൂടെയുള്ളതാൽ പോയിടാൻ ധൈര്യമായി നാഥൻ പാതയിൽ. കഷ്ടനയറ്റ പ്രിയൻ കൂടെയുള്ളതാൽ പോയിടാൻ ധൈര്യമായി നാഥൻ പാതയിൽ. എൻ്റെ ദൈവമെല്ലാം